പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അമ്മ ഇന്ന് തിരിച്ച് പോവുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സങ്കടമൊക്കെ എല്ലാവരുടെയും മുഖത്തുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇറങ്ങിയ ആ ടൈമിൽ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, പെട്ടെന്നൊരു മഴ അങ്ങ് വന്ന്. ആ മഴയാണെങ്കിൽ ഒരു എന്തോ പറയുക, വല്ലാത്തൊരു മഴയായിരുന്നു കേട്ടോ. ആ ഇറങ്ങണ സമയത്ത് വണ്ടിയും കൂടി ആ സമയത്ത് കറക്റ്റ് ടൈമിൽ വന്ന ദിവസമായിരുന്നു. അപ്പോൾ ബ്ലോക്ക് അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഉച്ച ടൈമാണ്, എന്നാലും ബ്ലോക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ മഴയത്ത് തന്നെ ഞങ്ങൾ എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കല്ലിമോള് എൻ്റെ കയ്യിലുണ്ട്. കല്ലിമോളുടെ ഓരോ കാട്ടായങ്ങൾ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു കേട്ടോ. പാവൊന്നും അറിയില്ലല്ലോ, അച്ചാമ്മ തിരിച്ച് ദുബായിലോട്ട് ഇന്ന് പോവുകയാണെന്നൊന്നും കുഞ്ഞിനറിയില്ലല്ലോ. പിന്നെ അച്ചിക്കുട്ടൻ്റെയും അമ്പാടിയുടെയും മുഖത്തൊക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒട്ടും തന്നെ നേരം വെയിറ്റ് ചെയ്തില്ല. അപ്പം തന്നെ ആ മഴയത്താണെങ്കിൽ നിമോഷണത ആ മഴയത്ത് തന്നെ ആ പെട്ടിയൊക്കെ എടുത്ത് വേഗം വണ്ടിയിൽ കൊണ്ട് വെച്ചു. പിന്നെ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ആ മഴ അങ്ങ് കുറഞ്ഞു കേട്ടോ. പിന്നെ അമ്മേനെ കുടയിൽ അങ്ങനെ കൊണ്ടുപോയി. അപ്പം മഴ ചെറുതായിട്ടൊന്ന് പൊടിയുന്നേ ഉള്ളൂ. അപ്പം അമ്മ കുട എടുത്തപ്പോഴേ പറഞ്ഞു, കുട വേണ്ട, നനയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും മഴ നമ്മൾ പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് മഴ മാറും, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ വണ്ടിയിലൊക്കെ കയറി. അച്ചിക്കുട്ടനും അമ്പാടിയും കൂടി ഫ്രണ്ടിലിരുന്നു, പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ബാക്കിലിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ യാത്ര അങ്ങനെ തുടരുവാണ് കേട്ടോ. To be your friend, I wanna know if it mattered. I would have gone to war for you. I would have bent the earth in two just to get to our ever after. എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരത്തേക്ക് പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. എനിക്ക് കാറിൽ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ആ AC-യുടെ ആ ഒരു എന്തോ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. തലവേദനയും തലക്ക് എന്തോ ഒരു ഭാരം കണക്കൊക്കെയാണ്. പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തിരിച്ച് പോന്നപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് എയർപോർട്ടിലെത്തി. അപ്പോൾ ഇനി പെട്ടിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. അപ്പം നമ്മുടെ പരിചയത്തിലുള്ള നിമോഷൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചേട്ടൻ വണ്ടിയും കൊണ്ട് പോയി, എന്നിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിന്നെ കല്ലുമോള് ആ സമയത്ത് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ കയ്യിൽ തന്നെ ആളിരിക്കുമായിരുന്നു. പിന്നെ അമ്മയും ഞങ്ങളും എല്ലാവരും കൂടെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ചമ്പൂനെയും കല്ലൂനെയും അച്ചിക്കുട്ടനെയും അടുത്തൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ അമ്പുക്കുട്ടൻ ഈ സമയത്ത് ആൾ ഭയങ്കര ഇതായിട്ട് ഇരിക്കുമെങ്കിലും പിന്നെ ആൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അമ്മ എപ്പോഴും എന്നേലും കൂടുതൽ പ്രാവശ്യം ഈ വർഷം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. എങ്ങോട്ടും പോവാതെയാണ് കേട്ടോ അമ്മ നിന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു സങ്കടം അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ അമ്മ അങ്ങോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴായിരുന്നു ബഹളം. അച്ചിക്കുട്ടനും അതേപോലെ തന്നെയായിരുന്നു. അച്ചിക്കുട്ടൻ പിന്നെ ഇച്ചിരിയും കൂടെ അറിവായല്ലോ. പക്ഷേ അമ്പുക്കുട്ടനെ നമ്മൾ ഭയങ്കര സങ്കടമായി പോയിട്ടോ. അമ്മയ്ക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ കൂട്ടക്കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ഒരു കണക്കിന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അമ്പുവിനെ തിരിച്ചിങ്ങ് കൊണ്ടുപോകുന്നു. അമ്മ അങ്ങനെ അകത്തോട്ട് പോയി. അമ്പുവിനെ പിന്നെ ഞാൻ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഒരു രക്ഷയില്ലായിരുന്നു. അമ്പുക്കുട്ടൻ ഭയങ്കര ബഹളമായിരുന്നു, അമ്മയുടെ കൂടെ അകത്തോട്ട് കയറണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ അമ്മ അകത്തോട്ട് അങ്ങനെ പോയി. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് അമ്മ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞുമക്കളോട് ഒരു യാത്ര പറഞ്ഞ് പോണതിൻ്റെ ആ ഒരു സങ്കടം അങ്ങനെ ഉണ്ട് കേട്ടോ മുഖത്ത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആക്കാൻ പോണതിനോട് എനിക്ക് താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മുടെ അടുത്ത് വന്ന് അത്രയും നാളെ നിന്നിട്ട് തിരിച്ച് കൊണ്ട് ആക്കാൻ പോകുമ്പോൾ നമുക്കും ഒരു സങ്കടം, അമ്മയുടെ ആ ഒരു സങ്കടം മുഖമൊക്കെ കാണുമ്പോൾ പെട്ടെന്നൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഞാനങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ലായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ 6:30 വന്നത്. അപ്പോൾ പിന്നെ പോളിയോ കൊടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ പോളിയോ കൊടുക്കാൻ പോകാനായിട്ട് രാവിലെ വണ്ടിയിൽ ഒരുങ്ങി എല്ലാവരും കൂടി ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അച്ചിക്കുട്ടനും മന്നോ എന്ന് പറഞ്ഞ് അമ്പുക്കുട്ടനും കല്ലുമോൾക്കും ഉണ്ട് പോളിയോ. അങ്ങനെ അവർക്ക് 2 പേർക്കും പോളിയോ കൊടുക്കാൻ വേണ്ടി നമ്മുടെ തൊട്ടടുത്തുള്ള അംഗനവാടിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു മഴയുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ
അങ്ങനെ അംഗനവാടി ദാ എത്താറായിട്ടുണ്ട്. അപ്പം നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ദാ ഇവിടെ വന്ന് അംഗനവാടി കയറാൻ പോവാണ്. അപ്പം അംഗനവാടിയിലോട്ടുള്ള വഴി കുഞ്ഞിടവഴിയാണേ. അപ്പം അമ്പുക്കുട്ടന് ഈ അംഗനവാടി പോകണമെന്ന് പറയുമ്പോൾ സങ്കടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരുത്താൻ പോവുകയാണോ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ ദാ അവിടെ കുറേ കളിക്കാനായിട്ടുള്ള കുറേ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടോയ്സും എല്ലാം. അപ്പോൾ അവർക്ക് ദാ അതിലൊക്കെ കയറി ഒന്ന് കളിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ കളിച്ചു. പിന്നെ ദാ കല്ലുമോൾക്ക് പോളിയോ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പുക്കുട്ടനെയും കൂടി പോളിയോ കൊടുത്ത് അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. രാവിലെ എന്നെ കൊണ്ടുപോയി കൊടുക്കണം നല്ലതെന്ന് നമ്മളോട് അംഗനവാടിയിൽ നിന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. വെച്ചാൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ മഴയും പിന്നെ അവർക്കും ഒരു ഉറക്കക്ഷീണവും എല്ലാം ആയിരിക്കുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്തായാലും കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ അവർക്ക് രണ്ടുപേർക്കും പോളിയോ ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ദാ പുറത്ത് ഇവിടെ അച്ചിക്കുട്ടൻ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും കാണിച്ചത് ഇതാണ് കേട്ടോ. അച്ചിക്കുട്ടൻ അവിടെ ഇരുന്ന് ഭയങ്കര കളിയായിരുന്നു. പിന്നെ നമ്മുടെ അമ്പുക്കുട്ടനെയും കല്ലുമോളെയും കൂടി ഇരുത്തി ചേട്ടൻ ഒന്ന് റൗണ്ട് അടിച്ച്. പിന്നെ മഴ പെയ്ത് കിടക്കണ കാരണം നല്ല തെന്നലുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഒത്തിരി നേരം അവിടെ നിർത്തിയില്ല. പിന്നെ മഴ വന്നതിന് മുമ്പ് തന്നെ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ. അങ്ങനെ ദാ അവരെ മൂന്നുപേരെയും കൂടി ഇരുത്തി കുറച്ച് നേരം അവിടെ ഇരുത്തി കളിപ്പിച്ചിട്ട് പിന്നെ നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത്. ബൈ ബൈ.